ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ എനിക്ക് അവധിയാണ്. അപ്പം ഡ്യൂട്ടീൻ്റെ ഷെഡ്യൂൾ മാറുമ്പോഴത്തേക്കും അവധി മാറും കേട്ടോ. അപ്പം ഇത് 2-3 ആഴ്ച മുമ്പുള്ളൊരു വെള്ളിയാഴ്ചയിലെ വീഡിയോ ആണിത്. ചേച്ചി എന്തിനാ ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സ് കണ്ടിട്ടാണ് ചിരിക്കുന്നത്. ഞാൻ എന്താണെന്ന് വെച്ചാൽ കാണിച്ചു തരാം, എൻ്റെ ഔട്ട്ഫിറ്റ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. പറയുകയാണെങ്കിൽ അത് ദേ ആ റിഫ്ലക്ഷനിൽ കണ്ടോ, പർദ്ദയാണ്. ഒരു ഫുൾ കവർ ചെയ്ത് ഞാൻ പർദ്ദയിലാണ് ഇത്തവണ വന്നത്. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് ഇവിടുത്തെ തട്ടമിടാനും പർദ്ദ ഇടാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മളെ ഒന്നും ആരും ഇവിടെ ജഡ്ജ് ചെയ്യാനും ആൾക്കാരില്ല. എന്നിരുന്നാൽ പോലും ഞാൻ കുറച്ചുകൂടി കംഫർട്ടബിൾ, മൊത്തത്തിൽ മൂടിയിരിക്കുകയാണെങ്കിൽ ഭയങ്കര കംഫർട്ടബിളായിട്ട് തോന്നാറുണ്ട്. അങ്ങനെ വന്നത് കുഞ്ഞിപ്പെണ്ണ് നോക്കിയപ്പോൾ തന്നെ അവൾ പറഞ്ഞു, ഇത് ദിദ്യ അമ്മേന്ന് അവൾ അക്കച്ചിനോട് പറയുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുഞ്ഞാപ്പൂനെ കണ്ടു. കുഞ്ഞാപ്പും ഇത് കഴിഞ്ഞ് ഇതെന്ത് കോലം, അല്ലെങ്കിൽ ഇതാര് എന്നുള്ള രീതിയിൽ അവന് സംസാരിച്ചപ്പോൾ ഞാനൊന്ന് മനസ്സിലായി. പക്ഷേ ഈ ഡ്രസ്സ് എവിടുന്ന് വന്നു, ഞാൻ എന്തിനിട്ടു എന്നും പറഞ്ഞ് അവന് മനസ്സിലായില്ല. ദാ ഇപ്പോൾ കാണിച്ചത്, ഒരു മിനിറ്റ്. ഇത് കണ്ട, ഇങ്ങനായിരുന്നു ഞാൻ വന്നിരുന്നത്. അപ്പോൾ കയറി വന്നപ്പോൾ തന്നെ എല്ലാവരും എന്നെ നോക്കുകയൊക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുഞ്ഞിപ്പെണ്ണും ഞാനുമായിട്ടുള്ള കലാവിരുതും ഇതൊക്കെയായിരുന്നു. അവൾ ഡാൻസ് ഭയങ്കര ഇഷ്ടമായിട്ട്. ഇത്രയും പ്രായമുള്ളെങ്കിലും ഒരു നേരം നിൽക്കാതെ നടക്കാതെ അവൾ കളിക്കുന്ന മൊത്തം ഡാൻസാണ്. ഇപ്പം ഞാൻ ചേച്ചനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് എന്ത് കഴിക്കാൻ തരും എന്നാണ്. അപ്പം എന്നോട് പറഞ്ഞു, നീ എന്ത് പറയുന്നു അതൊക്കെ ഞാൻ വാങ്ങിച്ചു തരാം, അല്ലെങ്കിൽ ഉണ്ടാക്കി തരാമെന്നാണ് പറയുന്നത്. ഒരു മിനിറ്റ്. അപ്പം ആ പാട്ടിൻ്റെ ഒരു സ്ഥിതിഗതി വെച്ചിട്ട് മനസ്സിലായല്ലോ ഏത് പാട്ടാണ് അവൾ പാടിയേ, ഏതാണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായല്ലോ. അതെ, മയിലാട്ടം ആ പാട്ടാണ്. അതിൻ്റെ ട്യൂൺ ഉൾപ്പെടെ അവൾ സ്വന്തമായിട്ടിടും. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ പ്ലാൻ ഇട്ടു മന്തി ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഞാനും ചേച്ചിയും കൂടി മന്തി ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ അടുപ്പിച്ച് ഞങ്ങൾ മന്തി ഉണ്ടാക്കാൻ തുടങ്ങി. അറിയാമല്ലോ, ഞങ്ങൾ മന്തിയിൽ എക്സ്പേർട്ടാണ് എന്നുള്ള കാര്യം അറിയാമല്ലോ. നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനവും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ സാധനങ്ങളിങ്ങനെ വിശദീകരിക്കാൻ വന്നപ്പോൾ ചേച്ചി അതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവന്ന് ചെറി കാണിച്ച് അതിൻ്റെ ഇടയ്ക്ക് കയറി ഇൻ്റർഫിയർ ചെയ്ത് ഗൈസ്. ഓക്കെ, അപ്പം നമ്മുടെ കയ്യിൽ ഒരുമാതിരിപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വേണ്ടുന്നത് പുറകിൽ നിന്ന് വാങ്ങിച്ചു തരാമെന്നൊക്കെയാണ് പറഞ്ഞത്. ഇനി കാണിക്കാൻ പോകുന്നതാണ് എൻ്റെ ജീവിതത്തിലെ മേജർ അപ്ഡേറ്റ്. ഇതാ നോക്കിക്കോണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒരു വട്ടം കൈയൊന്ന് ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടണ മുടീൻ്റെ അളവ് കണ്ടാൽ ചിലപ്പോൾ നമുക്ക് ഭ്രാന്ത് വരും. എനിക്കാണെങ്കിൽ ഈ പറയണ പോലെ തലമുടി കൊഴിച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ 2-3 വട്ടം കോതിയപ്പോൾ കിട്ടിയ മുടിയാണത്. അന്ന് എനിക്കുണ്ടായ ഒരു ബുദ്ധിമുട്ട്, ഒരു മെൻ്റൽ എന്താ പറയണേ, ബ്രേക്ക് ഡൗണോ എന്താ അതിന് പറയണേ, അത് ഇത്രയും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോയെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് ഈ ഒരു ഇമോഷൻ നിങ്ങളിൽ എത്തുമോയെന്നും എനിക്കറിയത്തില്ല. ഇതൊക്കെ ഒറ്റ കാരണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഡിപ്രഷൻ. ശരിക്കും ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരുന്നു ആ ഒരു സമയത്തൊക്കെ, 2-3 ആഴ്ച മുമ്പേ. പിന്നെ അതേപോലെ തന്നെ എനിക്ക് ഭയങ്കര വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഹോം സിക്നെസ് ഒന്നുമല്ല കേട്ടോ, അല്ലാതെ എന്തൊക്കെയോ എൻ്റെ മനസ്സിലൂടെ ഓടിക്കടന്ന് പോകുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ് ആണ് എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. കണ്ട മുടി നിങ്ങൾ കാണുന്നുണ്ടോ? ഒരു വട്ടം മുടിയിൽ നിന്ന് ചീകിയപ്പം എനിക്ക് കിട്ടിയ കൊഴിഞ്ഞ മുടിയാണിത്. ഞാൻ എന്തായാലും നാട്ടിലോട്ട് വരുമ്പോൾ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും ചെയ്യാൻ പോവാം. ഇല്ലെങ്കിൽ ഉറപ്പാണ് ഞാൻ വല്ല ഭ്രാന്ത് പിടിച്ച് ചാകും. കാരണം ഇത്രയും മുടിയൊക്കെ ഒരു വട്ടം പോരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ എൻ്റെ ഇപ്പോഴുള്ള ഇമോഷൻ പുറത്തോട്ട് വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ മനസ്സിലെന്താ കിടക്കണമെന്നൊക്കെ. പിന്നെ അവിടെ വരുമ്പോഴത്തേക്ക് എൻ്റെ തലയിലുള്ളത് വിക്കാണോ അല്ല എന്നൊക്കെ നിങ്ങൾ തിരക്കാൻ വരുന്നില്ലല്ലോ. ഇതാണ് ഒരു വട്ടം എൻ്റെ മുടിയിൽ നിന്ന് ഊരി വന്ന മുടി. അങ്ങനെ ആ കിട്ടിയ മുടി ഞാനൊരു ഉണ്ടയൊക്കെ ആക്കി വേറൊന്നും ചിന്തിക്കാതെ ടി വി വെച്ച് മൈ ബോസൊക്കെ കണ്ടപ്പം കുറച്ച് ആശ്വാസമൊക്കെ എനിക്കങ്ങോട്ട് കിട്ടി. നമ്മൾ ഈ കൊടും വെയിലത്ത് ഒരിച്ചിരി ആര്യവേപ്പിലയും പിന്നെ ഒരു എന്തായാലും പറഞ്ഞാൽ കച്ചാർ വാഴയും പറിക്കാനാണ് പോണത്. എങ്ങനെ മാതാവ് തുറക്കണമെന്ന് അറിയത്തില്ല. ഇങ്ങനെ കണ്ടല്ലേ, ആര്യവേപ്പ് നിറയുണ്ട്. ആര്യവേപ്പ് നമുക്ക് വേണ്ടുന്ന സാധനം കച്ചാർ വാഴ കാണിച്ചു തരാട്ടാ.
കണ്ടാ, എനിക്കിങ്ങനെ കാണിക്കാം, ഞാൻ ഫ്രണ്ട് ക്യാമറ കാണിച്ചു തരാം. കണ്ടാ, നിറച്ചുണ്ട്. നാട്ടിൽ പോയൊരു സുഖം. ഇതിനകത്ത് ഏതെടുക്കും എന്നാണ്, ഇടയ്ക്കൊന്ന് കാണാത്ത രീതി എടുക്കണം എന്നാണ് എൻ്റെ ഒരു ആശ. നോക്കട്ടെ. ഇത്രയും ആലോവേര ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നതിൻ്റെ അകത്തുനിന്ന് ഞാനൊരു നല്ലത് തപ്പിയെടുത്ത് അത് മുറിക്കുകയാണ്. അപ്പം പുറമേന്ന് കാണാനും പാടില്ല. കണ്ടാൽ ഇവിടെ ആരും തിരക്കി വരാനൊന്നുമില്ല. കാരണം ഇത് ആർക്കും ആരുടെയും സ്വത്തൊന്നും അല്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം ആരൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് അവർ മാറി മാറി പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ അതിൽ നിന്ന് നല്ലൊരു വലുത് ഞാനിങ്ങ് പറിച്ചെടുത്തു ഗൈസ്. ഇത്രയും വലുത് തല തേക്കും ഞാൻ. ഇനി നമുക്ക് കുറച്ച് ആര്യവേപ്പ് കൂടി പറിക്കാം. പക്ഷെ ആര്യവേപ്പ് പറിക്കണമെങ്കിൽ കൈ എത്തണം. നിഷേണ്ണെ കൊണ്ട് ഉറപ്പിച്ചാലോ? നിൽക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, വീട്ടിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതില്ലാത്ത സാധനം വാങ്ങിക്കാൻ വേണ്ടി ഇവർ രണ്ടുപേരും കൂടി ലുലുവിലോട്ട് അങ്ങോട്ട് പോവുകയാണ് വാങ്ങിക്കാൻ വേണ്ടി. അപ്പോൾ എന്നോടിങ്ങനെ പറഞ്ഞത്, പറിച്ചിട്ട് നീ കൊണ്ട് കമത്തി വെക്കണം, എന്നാലേ അതിൻ്റെ അകത്ത് മഞ്ഞ സാധനം താഴത്തോട്ട് വീഴത്തുള്ളൂ എന്നൊക്കെ. ചേട്ടനും ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് പോകാൻ വേണ്ടി നിൽക്കുക. ഞാൻ ക്യാമറ എടുക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ചേട്ടൻ പോസ് ചെയ്യും. ഒരു കാര്യമില്ല, എന്നാലും എന്നെ ഭയങ്കര വിശ്വാസം, ഞാൻ നന്നായിട്ട് എടുക്കും എന്നുള്ളത് വിശ്വാസമായിരിക്കും. അങ്ങനെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ചേച്ചിയും ചേട്ടനും കുഞ്ഞും കൂടി നേരെ ലുലുവിൽ പോയി ബാക്കിയില്ലാത്ത സാധനം വാങ്ങിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് അവർ പോയി. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ടക്കീല, ഇങ്ങനെയാണോ പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല. ടക്കീല എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് മദ്യം എന്നൊക്കെ പറയാം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ ഒരു പാനീയം എന്ന് നമുക്ക് വേണം പറയാം. അത് കുടിക്കേണ്ടതിന് കുറച്ച് ശാസ്ത്രീയ വശമുണ്ടെന്നാണ് ഒഴിക്കുമ്പോഴൊക്കെ ചേട്ടൻ പറയുന്നത്. സൈഡിലിങ്ങനെ നാരങ്ങ തൂവിയിട്ട് അതിൻ്റെ അകത്ത് ഉപ്പൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് സൈഡിൽ വെച്ച് അങ്ങനെ എന്തൊക്കെയോ പറയുന്നു. പക്ഷേ ചേട്ടൻ ഇപ്പം ഒരു മൊസമ്പി എടുത്തിട്ട് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഞാനും നോക്കിയായിരുന്നു കേട്ടോ ഇതിൻ്റെ ഒരു ടേസ്റ്റും മണമൊക്കെ. നല്ലൊരു സാധനമാണ്. അത് ചേട്ടനാണ് കഴിച്ചത്, പക്ഷേ അതിൻ്റെ എഫക്റ്റ് മൊത്തം എനിക്കാണ് കിട്ടിയത്. അത് പറഞ്ഞപ്പോഴാണ് ചേട്ടൻ്റെ കയ്യിൽ ഇത് കണ്ടോ, ചേട്ടനൊരു ഇവിടുത്തെ നമ്മുടെ ഖത്തർ ഗവൺമെൻറ്റിൻ്റെ ഫയർ ഫൈറ്ററാണ്, ഫയർ ഫോഴ്സിലുള്ളതാണ്. പിന്നെ എന്നിട്ട് നമ്മളെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മന്തീൻ്റെ പരിപാടി അങ്ങ് തുടങ്ങി. നേരത്തെ അരിഞ്ഞു വെച്ച സാധനങ്ങളും ഒക്കെ വെച്ചിട്ട് കൂട്ടിക്കുഴച്ച് ഞങ്ങൾ മൂന്നാളും കൂടി അടുക്കളയിലൊരു യുദ്ധം തുടങ്ങി. ചേട്ടൻ സത്യത്തിൽ കാണാൻ വന്ന കേട്ടോ. ഞാനും ചേച്ചിയും കൂടിയാണ് പരിപാടി കഴിച്ചത്. എന്ന് വെച്ചാൽ പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് ചിലപ്പോൾ ഇതിൽ മെനക്കേട് കുറവായിരിക്കും. പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്ക് കിട്ടണ ആ ഒരു ഫാമിലി ടൈമും ക്വാളിറ്റി മൊമെൻറ്റ്സും അതൊക്കെ നമുക്ക് ഈ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ കിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ പൈസ നഷ്ടമായിട്ടൊന്നുമില്ല. കൊട്ടക്കണ പൈസയ്ക്ക് സാധനം കിട്ടും. പിന്നെ ഇച്ചിരി മാറ്റി വെച്ചിരുന്നാലും നമുക്ക് പിന്നെയും കഴിക്കാമെന്നുള്ളൊരു ഇതിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ മന്തിക്കുള്ളത് സെറ്റാക്കി. അതിൻ്റെ ഇടയ്ക്ക് നമുക്കിതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ടൊമാറ്റോ ചട്നിയൊക്കെ വേണ്ടായിരുന്നോ, അതും ഞാൻ ആ സൈഡിൽ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പിന്നെ മയോണൈസ് ഓൾറെഡി വീട്ടിലുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ പണി ഓരോന്നോരോന്നായിട്ട് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എൻ്റെ ഡാൻസ് ഞാൻ പറഞ്ഞ എൻ്റെ ടൊമാറ്റോ സോസ് കളറില്ലാഞ്ഞോണ്ടാട്ടോ, നമ്മുടെ ഫുഡ് കളറില്ലാഞ്ഞോണ്ട് അതിൻ്റെ കളർ അങ്ങനെ ഇരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു പാത്രത്തിൽ ആദ്യം വെക്കാമെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് ഓർമ്മയില്ല, ഇപ്പം ഞാൻ പറഞ്ഞില്ല 2 ആഴ്ച 3 ആഴ്ച അങ്ങാണ്ടായി ഈ വീഡിയോ എടുത്തിട്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വേറെ ഏതൊരു പാത്രത്തിൽ മാറ്റും അങ്ങനെ എന്തോ ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ഇതിൽ വെച്ചിട്ട് അടുക്കി പിടിക്കുന്ന പോലെ എന്തോ ചെയ്തു. ഞങ്ങൾക്ക് തന്നെ തോന്നി. പിന്നെ ഞങ്ങൾ കുക്കറിനകത്തോട്ട് മാറ്റുമോ അങ്ങനെ എന്തൊക്കെയോ പരിപാടി, ഇതേ കുക്കറിൽ മാറ്റുമൊക്കെ ചെയ്ത്. ഇതിൻ്റെ ഇടയ്ക്കും ഞാൻ പറഞ്ഞു, ഞാൻ ഹെയർ കെയറിന് വേണ്ടി ഞാൻ എൻ്റെ സമയം ഹെയറും സ്കിന്നും ഞാൻ ഇവിടെ വന്നിട്ട് ഒട്ടും ശ്രദ്ധിക്കാതെ പോയതും എനിക്ക് കുറേ സ്ട്രെസ്സും ടെൻഷനും തരുന്നൊരു സംഭവമാണ്. അതുകൊണ്ട് ആഴ്ചയിൽ ഞാൻ ഒരു വട്ടം ഇതിന് വേണ്ടിയിട്ട് ഒരു ദിവസം ഞാൻ ഇതിന് വേണ്ടി വെക്കും. അപ്പോൾ അങ്ങനെ ബ്ലെൻഡറിൽ ഉണ്ടായിരുന്ന ആര്യവേപ്പും ഇതുമൊക്കെ അടിച്ച് അത് തേക്കാൻ വേണ്ടി വെച്ചപ്പോഴത്തേക്കും എനിക്ക് അപ്പം തന്നെ ഒരു മോഹം, ഒരു പൂതി എന്തായിരുന്നു, സലങ്കാട്ടിയ കഴിക്കാം. അങ്ങനെ തലഭാത്ത് എന്നങ്ങാണ്ട കേട്ടോ പേര്. ഞാൻ പറയുമ്പോൾ തലബ്ലാത്ത് എന്ന് എപ്പോഴും പറയത്തുള്ളൂ. തലബ്ലാത്തിൽ കയറി നോക്കിയപ്പം ഫ്രീ ഡെലിവറി എന്തോ ഉണ്ടായിരുന്നു, ഓഫറോ കാര്യങ്ങൾ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ സലങ്കാട്ടിയ വാങ്ങിച്ചു. ഈ ഒരു വികാരം നാട്ടിലും ഇവിടെയൊക്കെ എനിക്ക് ഒരേപോലെ ബീലപ്പാൻ നോക്കട്ടെ.
എൻ്റെ വീഡിയോസ് കണ്ടിന്യൂസ് കാണുന്നവർക്കറിയാം എനിക്ക് സൈൻ ലബാൻ, ബി ലബാൻ, ഫർസി ലബാൻ ഇതിലൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നറിയാം. അപ്പം ഞാനിത് വെറുതെ പറഞ്ഞതേ ഉള്ളൂ, എനിക്കിങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അനീഷേട്ടൻ പറഞ്ഞു ഒന്നും നോക്കണ്ട പോയി വാങ്ങിച്ചോ എന്നും പറഞ്ഞ് അനീഷേട്ടൻ തന്നെ കുഞ്ഞിപ്പെണ്ണിൻ്റെ സന്തോഷം കണ്ടു. അവൾക്കറിയാം സാധനം എന്താണെന്നൊക്കെ അവൾ കൃത്യമായിട്ട് അറിയാം. അപ്പം ഞങ്ങൾ അത് വാങ്ങിച്ചു. എനിക്ക് സലങ്കാട്ടിയാട്ടോ ഏറ്റവും ഇഷ്ടം. പിന്നെ വേറെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്, ഫസിയ ചോക്ലേറ്റും പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ വേറെ കുറേ പരിണാമം വന്ന റൈസ് കേക്കും കുഷ്തോഷ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് മോസ്റ്റ് ഫേവറേറ്റ് എപ്പോഴും ഓൾവേസ് എനിക്കിതാണ് ഇഷ്ടം, സലങ്കാട്ടി. അതിൻ്റെ പിസ്താഷ്യോ പ്ലസ് ന്യൂട്രലയാണ് എൻ്റെ സിഗ്നേച്ചർ സാധനം. ഇവരുടെ സിഗ്നേച്ചർ സാധനം എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ്. ഞാൻ എന്നിട്ട് ചേട്ടനോട് തന്നെ പറഞ്ഞ് കഴിച്ചു നോക്കാൻ പറഞ്ഞു. എനിക്ക് അനീഷേട്ടൻ ഇത് ആദ്യമായിട്ട്, വേറെ ടൈപ്പൊക്കെ കഴിച്ചു കാണും പക്ഷേ ഇത് ആദ്യമായിട്ടായിരിക്കും. എന്നിട്ട് അനീഷേട്ടന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ മധുരം അത്ര മേൽ പ്രിയമല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് അനീഷേട്ടൻ 1-2 സ്പൂണേ കഴിച്ചുള്ളൂ. പിന്നെ കഴിച്ചത് മൊത്തം ഞാനും അക്കച്ചിയായിരുന്നു. അക്കച്ചി ഇതിൻ്റെ ആൾ തന്നെ സെയിം. കുഞ്ഞിപ്പെണ്ണും ഞാനും അക്കച്ചിയും കൂടി എനിക്ക് തോന്നുന്നു ഞൊടിയിട്ട നേരത്തിൽ അതങ്ങട് കാലിയാക്കി. പിന്നെ ഞങ്ങളുടെ ഒരു ഇത് സത്യത്തിൽ ഈ പറയുന്ന മന്തി കഴിച്ച് കഴിഞ്ഞിട്ടായിരുന്നു അത് കഴിക്കേണ്ടിയിരുന്നത്. പക്ഷെ ഞങ്ങളുടെ ആ ഒരു ത്വര അതിനെ സമ്മതിച്ചില്ല. ഇപ്പം ഞങ്ങൾ മന്തി വിളമ്പി വെച്ചിട്ട് ഇനി മന്തി കഴിക്കാൻ പോവാണ്. കുഞ്ഞിപ്പെണ്ണ് മന്തീൻ്റെ ആളാട്ടോ. അല്ലാതെ സാധാ ചോറും കറിയും കൂടി കൊടുത്താൽ അവൾ എരിവാന്ന് പറയുന്നതാണ്, ബെറുവ എന്ന് പറയുന്ന ഒരാളാണ് കുഞ്ഞിപ്പെണ്ണ്. പക്ഷെ മന്തി എത്ര എരിവെച്ച് കൊടുത്താലും അവൾക്ക് യാതൊരു പ്രശ്നവുമില്ല. അവൾ ഹലോ ഗൈസ് പറഞ്ഞ കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഞാനിത് തലയിൽ തേച്ചു കേട്ടോ. അതിൻ്റെ വീഡിയോ എന്നാ പറ്റിയെന്ന് എനിക്കറിയില്ല, ഇതിനകത്ത് കട്ടായിപ്പോയി, ഇല്ലായിരുന്നു കാണിക്കാൻ. എന്നിട്ട് ഞാനതൊരു ഇത് കവറൊക്കെ വെച്ച് അടച്ച് തലയൊക്കെ കഴുകി ഷാമ്പൂ ഒക്കെ ഇട്ട് ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഏകദേശം പോകാറായി. അപ്പോൾ അതിന് മുന്നേ വൈകുന്നേരം കുളിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊന്ന് നടക്കാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 5 പേരല്ലേ, ഞങ്ങൾ 5 ആളും കൂടി നടക്കാൻ പോയി. പോകുന്ന വഴിക്ക് ഓരോ സ്ഥലങ്ങൾ കാണിച്ചു തരാമെന്ന്. പോകുന്ന വഴിക്ക് അവർക്ക് തൊട്ടടുത്തൊരു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് ഹൈപ്പർ മാർക്കറ്റോ സൂപ്പർ മാർക്കറ്റോ എന്തിട്ടോ ഒരു സാധനം അവിടെ കയറി, തൊട്ടടുത്തായതുകൊണ്ട് ആദ്യമായിട്ട് കയറുമായിരുന്നു. ഇതിങ്ങനെ നോക്കി വെച്ചേക്കാം, ചേച്ചിക്കാണെങ്കിലും നടന്നു വരാമല്ലോ എന്നും പറഞ്ഞ് ഞങ്ങൾ അകത്ത് കയറി ഓരോ സാധനങ്ങളൊക്കെ നോക്കി. പറ ഹലോ ഗായ്സ്, നമ്മളിപ്പോ പറ നമ്മളിപ്പോ ഞങ്ങൾ നടക്കാനൊക്കെ പോയി, പാർക്കിൻ്റെ അവിടെയൊക്കെ പോയി കറങ്ങി അടിച്ച് ഇച്ചിരി വേർത്തു എന്നൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. പോരണ വഴിക്ക് ഞങ്ങൾ ഒരു അറബീൻ്റെ വീടിൻ്റെ ഭാഗത്തൊക്കെ മുരിങ്ങക്ക കണ്ടു കേട്ടോ. കയറി പറഞ്ഞു വീട്ടിൽ നിന്ന് കിട്ടിയ മുരിങ്ങക്ക എപ്പിടി ഇருக்கு. അയ്യോ, ഇന്ന് മുരിങ്ങക്ക തോരൻ ഖത്തറിലെ അറബി വീട്ടിലെ എന്തുട്ടാ മുരിങ്ങക്ക. വന്ന് നോക്കട്ടെ, മാഷല്ല നോക്കട്ടെ, ഇങ്ങോട്ട് നോക്കട്ടെ. അയ്യോടി ചുന്തിരി. അങ്ങനെ തിരിച്ച് വന്നിട്ട് എല്ലാവരും ഓരോ കുളിയൊക്കെ പാസ്സാക്കി. പിന്നെ എനിക്ക് പോരേണ്ട സമയമായി. രാത്രി സമയത്ത് ഇവിടെ രാത്രിയിലും പകലൊന്നും പോകുന്നതിന് പുറത്തിറങ്ങുന്നതിനൊന്നും ആരും പേടിക്കേണ്ട. ഖത്തർ ഐ ഡി എന്ന് പറഞ്ഞ സാധനം കയ്യിലുള്ളിടത്തോളം കാലം നമ്മൾ ആരും പേടിക്കേണ്ട. അതേപോലെ സ്ത്രീകളൊക്കെ ഖത്തറിൽ സുരക്ഷിതരാണ്. ഇവിടെ 0 ക്രൈം സ്ഥലമാണ് കേട്ടോ ഖത്തർ. അങ്ങനെ അവരോട് രാറ്റയൊക്കെ പറഞ്ഞു. അവൾ ഉറങ്ങുന്ന കണ്ടിട്ട് എനിക്കങ്ങോട്ട് പിടിച്ചില്ല. അപ്പോൾ എന്നോട് ചേച്ചി പറയുന്നുണ്ട് അവൾ എണീറ്റാൽ നിന്നെ വിടില്ല, അതുകൊണ്ട് നീ അവൾ ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് പൊക്കോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ പർദ്ദയൊക്കെ എടുത്തിട്ട് അവർക്ക് ടാറ്റയൊക്കെ പറഞ്ഞു പോയി. അപ്പോൾ ഇതായിരുന്നു എൻ്റെ കഴിഞ്ഞ വെള്ളിയാഴ്ച. അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, സീ യു.